ഇന്ന് നല്ല കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ കപ്പ കഴുകിയിട്ട് അതിലോട്ട് ഇതുപോലെ നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ കപ്പ ഇവിടെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെള്ളം കുറച്ച് സ്റ്റാർച്ച് പോയിക്കോട്ടെ വെച്ചിട്ട് അത് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ സ്റ്റാർച്ച് ഊറ്റി കളയുമ്പോൾ അത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്ത് അതിലോട്ട് വെന്ത കപ്പ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് തേങ്ങാപ്പാലും ചുവന്നുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണം. ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞത്. അതുകൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളകും വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് താളിച്ച് ഈ കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.